ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭജന ചൊല്ലാം. അമ്മേ നാരായണ ആദ്യമേ ചൊല്ലാം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 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 ഭഗവാനെ കൃഷ്ണനെ കൊണ്ട് നമുക്ക് നാമങ്ങൾ ചൊല്ലാം. അച്ഛൻ എഴുതിയ ഒരു നാമം. അച്ഛനിങ്ങനെ പണ്ടകാണ്ട് എൻ്റെ അമ്മയെ കെട്ടുന്ന മുമ്പകാണ്ടായിരിക്കും ഇങ്ങനെ ഭജനയ്ക്ക് സ്വന്തമായിട്ട് എഴുതുക. കാരണം ഭഗവാനെ അന്ന് കാണാൻ തപസ്സേവം കാണണ്ടേ, കണ്ടില്ലെങ്കിൽ കാണുവാൻ കെൽപ്പില്ലേ, കണ്ണുകൾക്ക് ഈശ്വര കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര, അങ്ങനെയൊക്കെ പാടി കരഞ്ഞെങ്കിലേ ഭഗവാനെ പ്രത്യക്ഷമാകാൻ പറ്റൂ. അപ്പോൾ അച്ഛനും പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് എഴുതി പാടി കാണും. അതാണ് എനിക്കിപ്പോൾ അത് മനസ്സിലാവും. ഞാനിങ്ങനെ കിടന്ന് വെപ്രളം കൊണ്ടപ്പോൾ എനിക്കും അങ്ങനെ ഞാൻ കുറേ എഴുതി പാടിയതല്ലേ. അപ്പോൾ അച്ഛനും അങ്ങനെയാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ആനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദകുമാര. ആനന്ദ നന്ദകുമാരൻ ഭഗവാൻ പരമാത്മാ ആനന്ദമൂർത്തിയല്ലേ. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളണം. ഭഗവാൻ പരമാത്മാവ് ആനന്ദ സ്വരൂപനാണ്. പിന്നെയോ മാനസമോഹന, നമ്മുടെയൊക്കെ മനസ്സിനെ ഭഗവാൻ കവർന്നെടുക്കുന്നതാണ്. ആനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദകുമാര. കൊതുകത്താൽ പൊന്നോടക്കുഴലേന്തും കൈത്താരിൽ, കൊതുകത്താൽ പൊന്നോടക്കുഴലേന്തും കൈത്താരിൽ പ്രാണസഖിയായ രാധയുമൊന്നിച്ച്. കൊതുകത്താൽ പൊന്നോടക്കുഴലേന്തും കൈത്താരിൽ പ്രാണസഖിയായ രാധയുമൊന്നിച്ച്. ലീലകളാടിയ നീലക്കാർ വർണ്ണ, ലീലകളാടിയ നീലക്കാർ വർണ്ണ പാലിച്ചു കൊൾകന്നെ പങ്കജ കണ്ണ, പാലിച്ചു കൊൾകന്നെ പങ്കജ കണ്ണ. ആനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദകുമാര. കാണുവാൻ കെൽപ്പില്ലേ കണ്ണുകൾക്ക് ഈശ്വര, കാണുവാൻ കെൽപ്പില്ലേ കണ്ണുകൾക്ക് ഈശ്വര, കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര, കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര. കാണുവാൻ കെൽപ്പില്ലേ കണ്ണുകൾക്ക് ഈശ്വര, കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര. കണ്ണിനു കണ്ണായെന്നുള്ളിൽ വിളങ്ങിയിടും
കണ്ണിനു കണ്ണാ എന്നുള്ളിൽ വിളങ്ങിടം കണ്ണാ നീ ഞങ്ങളെ കൈവിടല്ലേ കണ്ണാ കണ്ണാ നീ ഞങ്ങളെ കൈവിടല്ലേ കണ്ണ ആനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദ കുമാര. നമ്മളും പറയണം, കാണുവാൻ എനിക്ക് ശക്തിയില്ല ഭഗവാനെ, എത്രയും പെട്ടെന്ന് പ്രത്യക്ഷമാകണമേ, കാരുണ്യമില്ലയോ നമ്മളിൽ ഭഗവാനെ. ശ്രീധര കൃഷ്ണ കണ്ണിനു കണ്ണാ എന്നുള്ളിൽ വിളങ്ങണം, നമ്മുടെ ഉള്ളിൽ വിളങ്ങണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഒരു ഭക്തൻ്റെ പ്രാർത്ഥനകളായിരുന്നു. എത്രമാത്രം ഉള്ളിൽ ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥന, എന്നാലേ ഭഗവാൻ പ്രത്യക്ഷമാകൂ. അങ്ങനെയുണ്ട്, അത് അനുഭവമുള്ളവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ ഒരു നാമമാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നാമമാണ്. ഇത് അച്ഛൻ എഴുതി, അച്ഛൻ്റെ സ്വന്തമായിട്ട് ഒരു പാട്ടാണ്. നമുക്ക് ഇനി വേറൊരു നാമം ചെല്ലാം. ഇനി നമുക്ക് കാണായതെല്ലാം, അത് ഒരു സിനിമാ ഗാനമാണ്. കണ്ണിനാൽ കാണുന്നതെല്ലാം പരമാത്മാവ് കണ്ണനാണല്ലോ. കാണാതും എന്താ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സർവ്വതും പരമാത്മാവ് തന്നെ, ആ കൃഷ്ണൻ തന്നെയാണ്. അതാണ് ആ നാമം. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കാളി നീന്തി കയറി കാളിതൻ ഭണത്തിലേറി, കാളി നീന്തി കയറി കാളിതൻ ഭണത്തിലേറി, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. കാളി നീന്തി കയറി കാളിതൻ ഭണത്തിലേറി, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ, ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ, ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി, ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളൂ കൃഷ്ണരൂപം. പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളൂ കൃഷ്ണരൂപം. അഖിലവേദ പൊരുളും ആനന്ദ കാതലും, അഖിലവേദ പൊരുളും ആനന്ദ കാതലും, മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ, മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. ഇനി ഭഗവാൻ പരമശിവൻ്റെ ശംഭുനാമ ചന്ദ്രചൂട്. ചന്ദ്രനെ ചൂടി ഭഗവാന്റെ മുടിയിൽ, അതായത് സർവ്വദേവന്മാരും സ്തുതിക്കുന്ന ഭഗവാന്, സർവ്വദേവ സ്തോത്ര പൂജിത സർപ്പഭൂഷണൻ, സർപ്പത്തെ ഭൂഷണം അലങ്കാരമായി മാലയായി അണിഞ്ഞവൻ, അങ്ങനെയുള്ള ഭഗവാൻ പരമശിവൻ്റെ ഒരു നാമം. അത് അച്ഛൻ്റെ നാമമാണ്. അത് എനിക്ക് ഇന്ന് ചൊല്ലണം. ശംഭുനാമ ചന്ദ്രചൂട സാമദാന പ്രിയ വിഭോ, ശംഭുനാമ ചന്ദ്രചൂട സാമദാന പ്രിയ വിഭോ. സർവദേവ സ്തോത്ര പൂജിത, സർവദേവ സ്തോത്ര പൂജിത, സർവദേവ സ്തോത്ര പൂജിത,
സർപ്പഭൂഷണാലങ്കാര സർവദേവസ്തോത്ര പൂജിത സർപ്പഭൂഷണാലങ്കാര ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ കാമദഹനാലലാടനേത്ര. ഭഗവാന്റെ തൃക്കണ്ണ് സർവ ആഗ്രഹങ്ങളിൽ നശിപ്പിക്കുന്ന കാമനെ, അതായത് കാമത്തെ, ആഗ്രഹത്തെ നശിപ്പിക്കുന്ന തൃക്കണ്ണ്. കാമദഹന ലലാട നെറ്റിയിലെ ആ തൃക്കണ്ണ്. കാമദഹന ലലാടനേത്ര കാമദഹന ലലാടനേത്ര കാരുണ്യ കപാലപാത്ര. ഭഗവാൻ കാരുണ്യം കപാലം ആ തലയൊട്ടി നിങ്ങനെ ഒഴുകുന്ന ആ കൃപ. കാമദഹന ലലാടനേത്ര കാരുണ്യ കപാലപാത്ര കാമദഹന ലലാടനേത്ര കാരുണ്യ കപാലപാത്ര കാളകണ്ഠ കൈലാസവാസ. കാളകൂടം ഭഗവാൻ പാലാഴി കടഞ്ഞപ്പോൾ ആ വിഷം ആ സർപ്പം തുപ്പിയപ്പോൾ അത് ഭഗവാൻ കയ്യിൽ വാങ്ങിച്ച് സേവിച്ചല്ലോ. പിടിച്ചു നിർത്തി പാർവ്വദേവി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ. തിരിച്ച് തുപ്പാതിരിക്കാൻ മഹാവിഷ്ണു നാരായണൻ വായും പൊത്തി. ആ കാളകൂടം ഇവിടെ ഇല്ല, നീലകണ്ഠൻ. അതാ കാളകണ്ഠ കൈലാസവാസ. കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭു. ഗൗരിയുടെ ഭർത്താവായ ഭഗവാനെ കാമദഹന ലലാടനേത്ര കാമദഹന ലലാടനേത്ര കാരുണ്യ കപാലപാത്ര കാമദഹന ലലാടനേത്ര കാരുണ്യ കപാലപാത്ര കാളകണ്ഠ കൈലാസവാസ കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ. കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ. ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. നല്ലൊരു നാമമാണ്. അർത്ഥം അറിഞ്ഞാൽ എന്ത് നല്ല ഒരു നാമമാണെന്നോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇതൊക്കെയായിരുന്നു ഞാൻ നാമം എഴുതുന്നതിന് മുമ്പ്. എനിക്ക് എപ്പം അച്ഛൻ്റെ നാമങ്ങളായിരുന്നു മൊത്തം ഉണ്ടും ചൊല്ലുന്നത്. എത്ര ചൊല്ലിയാലും എനിക്ക് മുഴുക്കത്തില്ല. അതുപോലെ തന്നെ അച്ഛൻ വേറെ പാടുന്ന നാമങ്ങളുണ്ടല്ലോ അച്ഛൻ എഴുതാത്തത്. ഇപ്പം ശ്രീദേവി എന്നുള്ള നാമം തന്നെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചൊല്ലട്ടെ, നല്ലതാ പാട്ട്. ശ്രീദേവി നിൻപദത്താർ കുമ്പിടും നഹം. ശ്രുതി താണുപോയി. ശ്രീദേവി നിൻപദത്താർ കുമ്പിടും നഹം പങ്കജാക്ഷി വാണി മാതേ പങ്കജാക്ഷി വാണി മാതേ പത്മജാവസേ പങ്കജാക്ഷി വാണി മാതേ പത്മജാവസേ നിൻ പെരുമൈ ഭക്തിയോടെ നിൻ പെരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു നിൻ പെരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു ശ്രീദേവി നിൻ പദതാർ കുമ്പിടും നഹം. ഭക്തനാകും ആത്മാരാമൻ. നമ്മളൊക്കെ ഭക്തന്മാരാണ്, ആത്മാവിൽ രമിക്കുന്ന ഭക്തനാണ്. ഭക്തനാകും ആത്മാരാമൻ നിത്യവും സ്തുതിക്കുവാനായി. എന്നും സ്തുതിക്കാൻ വേണ്ടി സത്യമൂർത്തേ നീ കനിയണമേ. നമുക്ക് എപ്പോഴും ഒരുപോലെ ഭജിക്കാൻ നമുക്ക് ശക്തി തരണം, നമുക്ക് സന്തോഷം ഉണ്ടാകണം, ആനന്ദം ഉണ്ടാകണം. അതിനുവേണ്ടി അവിടുന്ന് കൃപ തരണമേ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഭക്തനാകും ആത്മാരാമൻ. നമുക്ക് ആത്മാവിൽ രമിക്കാൻ അവിടുന്ന് നീ കനിയണമേ.
ഭക്തനാകും ആത്മാരാമൻ നിത്യവും ഭജിക്കുവാനായി. ഭക്തനാകും ആത്മാരാമൻ നിത്യവും ഭജിക്കുവാനായി. സത്യമൂർത്തേ നീ കനിഞ്ഞു, സത്യമൂർത്തേ നീ കനിഞ്ഞു, ഭക്തനെ കടാക്ഷിക്കാം. നമ്മളെ കടാക്ഷിക്കണമേ. എപ്പോഴും ആനന്ദത്തിൽ ലയിക്കാൻ, പരമാത്മാവിൽ ലയിക്കാൻ, ആത്മാരാമനായി തീരാൻ എപ്പോഴും അവിടുന്ന് കനിയണമേ. അവിടുന്ന് സത്യമൂർത്തേ നീ കനിയണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് എന്തിനാ ആത്മാരാമനാകാൻ? നമ്മൾ ആത്മാവിൽ രമിക്കാൻ, ഭഗവാനിൽ ചേരാൻ. സത്യമൂർത്തേ നീ കനിഞ്ഞു, ഭക്തനെ കടാക്ഷിക്കാം. ഭക്തനാകും ആത്മാരാമൻ, ഭക്തനാകും ആത്മാരാമൻ നിത്യവും ഭജിക്കുവാനായി. ഭക്തനാകും ആത്മാരാമൻ നിത്യവും ഭജിക്കുവാനായി. സത്യമൂർത്തേ നീ കനിഞ്ഞു, ഭക്തനെ കടാക്ഷിക്കാം. സത്യമൂർത്തേ നീ കനിഞ്ഞു, ഭക്തനെ കടാക്ഷിക്കാം. ശ്രീദേവി നിൻ പദതാർ കുമ്പിടും നഹം. ഇനി മഞ്ഞിലുള്ള പുണ്യാത്മാക്കളുണ്ട്, നല്ല നല്ല മഹർഷിമാർ, പുണ്യാത്മാക്കൾ. അത്രമാത്രം നമ്മളൊക്കെ ഭക്തന്മാർ ഇനി അങ്ങനെ ആകണം, ഭജിച്ച് ഭജിച്ച് പുണ്യാത്മാവാകണം. അപ്പം മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ എന്ത് ചെയ്യുന്നു? നിത്യവും ഭജിക്കുന്നു. വിണ്ണവർ, ആകാശത്ത് വാനവർ അതൊക്കെ ഇട്ട് സന്തോഷിക്കുന്ന. മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ, മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ നിത്യവും സ്തുതിച്ചിടുന്നു. മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ നിത്യവും സ്തുതിച്ചിടുന്നു. വിണ്ണവരും വാഴ്ത്തിടുന്നു, വിണ്ണവരും വാഴ്ത്തിടുന്നു. യോഗിവര്യാർ മുഴുകിടുന്നു, വിണ്ണവരും വാഴ്ത്തിടുന്നു. യോഗിവര്യാർ മുഴുകിടുന്നു. ശ്രീദേവി നിൻ പദതാർ കുമ്പിടും നഹം. അപ്പം മഞ്ഞിലുള്ള പുണ്യാത്മാക്കളെന്ന് വെച്ചാൽ നല്ല നല്ല മഹർഷിമാർ, മുനിമാർ എപ്പോഴും സ്തുതിക്കുന്നു. അത് കണ്ടിട്ട് ആകാശത്ത് നിന്ന് വാനവന്മാർ, അതായത് ദേവന്മാർ കണ്ട് ആനന്ദിക്കുന്നു, വിണ്ണവരെ വാഴ്ത്തുന്നു. കണ്ടോ, ആ മഹാമുനി നല്ലതായിട്ട് പാടുന്നു, എന്തൊരു സന്തോഷം, എന്തൊരു ആനന്ദമാണ്. അപ്പോൾ വിണ്ണവരും വാഴ്ത്തുന്നത്. യോഗിവര്യന്മാരെല്ലാം അത് കേട്ടെന്താ, യോഗിവര്യർ മുഴുകുന്നു, അതിൽ ആത്മാവിൽ രമിക്കുന്നു, ചേരുന്നു. യോഗിവര്യാർ മുഴുകിയിടുന്ന്. ആ നാമങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പരിസരത്തുള്ള യോഗീശ്വരന്മാരുണ്ട്, ദേവലോകത്തുനിന്ന് ഗന്ധർവന്മാർ അവരുണ്ട്, ദേവന്മാരുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭക്തൻ്റെ നാമം കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നു. ആ ഭക്തൻ്റെ നാമം കേൾക്കൂ, എന്തൊരു ആനന്ദമാ. യോഗീശ്വരന്മാരൊക്കെ അത് കേട്ടെങ്കിൽ സന്തോഷിക്കുന്നു. അതിപ്പോൾ എന്താ വേണ്ട, അപ്പോൾ നമ്മൾ എങ്ങനെ ചെല്ലണം, എങ്ങനെ നമ്മൾ നാമം ചൊല്ലേണ്ടതേ? ഇതുപോലെ ആനന്ദത്തിൽ നമുക്കും ഒരു മുനി ആവണ്ടേ, ഒരു യോഗീശ്വരനാകണ്ടേ. അപ്പം നമ്മൾ ഇതിനെ പാടുമ്പം ഇതൊക്കെ കേൾക്കാൻ ഇവിടെ ആളുകൾ പരിസരത്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ ആ ദേവന്മാരും മുനിമാരും, അത് യോഗീശ്വരന്മാരൊക്കെ ഉണ്ട്. യോഗിവര്യന്മാർ കേട്ടങ്ങനെ ലയിക്കുവാണ്, അതായത് ആനന്ദത്തിൽ ലയിക്കുമെന്ന് അറിയാമോ? പരമാത്മാ ലയിക്കുക, അത് മുഴുകുക. അതാണ് ഒരു നാമം നമ്മൾ ചെല്ലുക. അച്ഛൻ്റെ നാമമാണ്, എന്ത് നല്ല നാമമാണ്, ദേവിയെ പറഞ്ഞിട്ടുള്ള ശ്രീദേവി. ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആനന്ദം കൊണ്ട് രമിക്കാം, പരമാവധി രമിക്കാം. നല്ല നാമങ്ങളല്ലേ ഇതൊക്കെ. ഇനി ഒന്നും കൂടെ ചൊല്ലണം. കഫം കിടക്കൊണ്ടിപ്പം വീണ്ടും. നാഥ ധനുമനിശം ശങ്കരം, നാഥ ധനുമനിശം ശങ്കരം നമാമി. മനസാ ശിരസാ, മനസാ ശിരസാ, നാഥ ധനുമനിശം ശങ്കരം നമാമി. മോദകരാ നിജ മോദമാസാമാ, മോദകരാ നിജ മോദമാസാമാ. വേദസാരം വാരം വാരം, വേദസാരം വാരം
വാരം വാരം നാഥ ധനുമനിശം ശങ്കരം നമാമി. സദ്യോ ജാതാത്രേ പഞ്ചനാഭൃഗം സദ്യോ ജാതാത്രേ പഞ്ചനാഭൃഗം സദ്യോ ജാതാത്രേ പഞ്ചനാഭൃഗം സരിഗമ പധനീ വരസപ്തസ്വരം സരിഗമ പധനീ വരസപ്തസ്വരം നാഥ ധനുമനിശം ശങ്കരം നമാമി. മനസാ ശിരസാ മനസാ ശിരസാ നാഥ ധനുമനിശം. മനസ്സുകൊണ്ടും ശിരസ്സുകൊണ്ടും നമ്മൾ വണങ്ങുന്ന നല്ലൊരു നാമമാണ് അത്. ആരോ മഹാത്മാക്കൾ എഴുതിയതാ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇപ്പം ചുവന് പാടാൻ പറ്റുന്നില്ല, കഫം തൊണ്ടിലുണ്ട്, ഇടയ്ക്ക് ചുമ വരുന്നു, ഞരമ്പ് കുരുടുന്നു. എന്നാലും എന്ത് ചെയ്യാം, പാടണം. ഒക്കെ പാടുക മക്കൾ. എൻ്റെ മക്കൾക്ക് ഇതെല്ലാം കേട്ട് ആനന്ദിക്കണം. ഞാൻ എങ്ങനെ സന്തോഷിക്കുന്നു അതുപോലെ മക്കൾ സന്തോഷിക്കണം. എന്നെക്കാൾ സന്തോഷിക്കുന്ന മക്കളുണ്ട്. അവർക്കല്ല, ഒട്ടും അറിയാത്തവരുണ്ടല്ലോ, എനിക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഇത്രയൊക്കെ മതി. അത്രയെങ്കിലും എല്ലാവരും അത് കേട്ടെങ്കിലും ആസ്വദിക്കുക, നമ്മളിത് മനസ്സിലാക്കുക. ഭഗവാനെ വർണ്ണിച്ച് ഈശ്വരനെ സ്തുതിച്ച് നമ്മളൊരു ആത്മാരാമനായി തീരുക. നമ്മുടെ പരമാത്മാവാകുന്ന ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചേർന്ന് ഒരു യോഗിയായി ചേർച്ച, ഈശ്വരനെ ചേരുക, അതാണ് ലയിക്കുക. അതാണ്. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി.